ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയെയും അഭിയെയും പിന്നെ അജയനെയും ഒക്കെയാണ് കാണിക്കുന്നത്. അവർ ആശുപത്രിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ജലജയ്ക്ക് ട്രിപ്സ് ഒക്കെ ഇട്ട് കിടത്തിയിരിക്കുക. ഈ സമയം അജയൻ്റെ ഫോണിലേക്ക് ജയൻ വിളിക്കുക. ഏട്ടനാണല്ലോ വിളിക്കുന്നത്, എടുക്കമ്മാവ. അത് കേട്ടതും അജയൻ ഫോൺ എടുത്തു. ഹലോ ഹലോ ജയേട്ടാ. എന്തായടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇപ്പം കുഴപ്പമൊന്നുമില്ല, ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുക. കുറച്ച് വൈകിയിരുന്നെങ്കിൽ പ്രശ്നമാവുമായിരുന്നു എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പം എന്തായാലും പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് എത്തിച്ചതുകൊണ്ട് വിഷം എവിടെയും കയറാതെ രക്ഷപ്പെട്ടു എന്നാ ഡോക്ടർ പറഞ്ഞത്. അതെന്തായാലും സാരമില്ല. പക്ഷെ അജയ, എല്ലാവർക്കും ഇവിടെ സംശയം എന്താണെന്ന് വെച്ചാൽ ആ പാമ്പ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ കയറിയതെന്നാ. ഈ പാമ്പ് നമ്മുടെ വീട്ടിൽ കയറാൻ പോലും സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് സംശയം അവിടെ ഇരിക്കുന്ന അമ്മയും മോനെയും തന്നെയാ. ആ സംശയം എനിക്കും ഉണ്ട് ജയേട്ടാ. പിന്നെ എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ നിന്നൊന്ന് വിടട്ടെ. എന്തൊക്കെ അജയൻ പറയുക. ഇത് കേട്ടതും നമ്മുടെ ജയൻ, എന്നാൽ ശരിയടാ, അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. ശരിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ജലജ ചോദിക്കുക, എന്താ 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 അജയ, എന്താ ജയേട്ടൻ പറഞ്ഞത്? ഒന്നും പറയണ്ട. ഇത്രയും വലിയ വീട്ടിൽ ഇത്രയും വർഷം കയറാത്ത പാമ്പ് ഇന്നെങ്ങനെ കയറിയെന്ന് ആലോചിക്കുമായിരുന്നു. എൻ്റെ അജയ, ഇതൊക്കെ നമ്മുടെ സമയം മോശമാണ്. ഇത്രയും വർഷം നമുക്ക് സമയം നല്ലതായിരുന്നു, ഇപ്പൊ സമയം മോശമായി. നമ്മുടെ സമയം മോശമാകുമ്പോഴാണ് പാമ്പൊക്കെ വീടിനകത്ത് കയറുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും പാമ്പ് വീടിനകത്ത് കയറിയത് ഞാൻ പേടിച്ചു പോയി. ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ സംഭവിച്ചു. എന്തായാലും ഞാൻ സ്വപ്നം കണ്ടത് ആ പാമ്പ് എന്നെ കൊത്തുന്നതായിട്ടാ. അതുകൊണ്ടാ പേടിച്ച് ഞാൻ നിന്നത്. ശരിക്കും പാമ്പ് എന്നെ കൊത്തുകയും ചെയ്തു. ഇപ്പൊ ഞാൻ സ്വപ്നം കണ്ടാലും എല്ലാം ഫലിക്കുന്നുള്ള കാര്യം മനസ്സിലായി. പേടിച്ചു പോയി അജയ, പേടിച്ചു പോയി. സത്യം പറഞ്ഞ സ്വപ്നമാണെങ്കിലും പേടിക്കണ്ടല്ലോ എന്ന് കരുതി നിന്നതാ. പക്ഷേ സത്യത്തിൽ ഈ സ്വപ്നം കണ്ടത് സത്യമായെന്ന് പറഞ്ഞപ്പോൾ ഇനി എന്ത് സ്വപ്നം കണ്ടാലും എനിക്ക് പേടി കൂടും അജയ. അത്രയ്ക്ക് പേടിയായി എന്നൊക്കെ പറയാ. സാരമില്ല ജലജയ, എന്തായാലും ഈ സംഭവം ഉണ്ടാക്കിയത് ആരാണെന്നറിയില്ല, പാമ്പിനെ കൊണ്ടെന്ന് വെച്ചത് ആരാണെന്നും അറിയില്ല എന്നും പറഞ്ഞ് അബിയെ ഇങ്ങനെ ഒരു സൈഡായിട്ട് നോക്കുക നമ്മുടെ അജയൻ. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നയനയെയും നന്ദുവിനെയാണ്. അവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാലും മോളെ, ആ പാമ്പ് എങ്ങനെയാ വീടിനകത്ത് കയറിയത്? എനിക്ക് സംശയം മുഴുവനും അവനെയാ ചേച്ചി, അബിയെ. അവനായിരിക്കും ഇത് ചെയ്തത്. കാരണം അവനെ ആ പാമ്പിനെ കൊണ്ട് ആരെങ്കിലും കൊത്തിക്കാനുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചേച്ചിയായിരിക്കും അവനെ കൊത്താൻ വേണ്ടി അങ്ങനെ ചെയ്തത്. എന്നെയോ? അതെ, പൂക്കൂടെ എടുക്കാൻ ചേച്ചിയല്ലേ അകത്തേക്ക് മുന്നോട്ട് പോകും. പൂക്കൂടെ എടുത്ത് ദൈവത്തിന് പൂ ഇടുന്ന സമയത്ത് പാമ്പ് അതിനകത്തുണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അവരോട് പൂവെടുക്കാൻ പറഞ്ഞപ്പോൾ അവരിത്തിരി പേടിച്ചത് കണ്ടായിരുന്നില്ലേ? അതും ശരിയാണ്. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാതെ ഇപ്പം എന്ത് ചെയ്യും ചേച്ചി? അത് ഇവിടുത്തെ CCTV പരിശോധിച്ചാൽ മനസ്സിലാവും. പൂജ നടക്കുന്ന സമയത്തല്ല അമ്മയ്ക്കും മോനും നല്ല പരിങ്ങലുണ്ടായിരുന്നു. ആ പരിങ്ങലും മുഴുവനും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എത്ര പ്രാവശ്യം ആ ജലജ ഞെട്ടി ചാടിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ സംശയമുണ്ട്, പാമ്പ് അനന്തപുരി തറവാട്ടിലുണ്ടായിരുന്ന വിവരം അവർക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കോ ചേച്ചി. ഈ പാമ്പ് കൊണ്ടിട്ടതിന്റെ പിന്നിൽ അവനാണെങ്കിലും അല്ലെങ്കിലും അവനെ പൂട്ടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അവനും അതറിയാം. എൻ്റെ ശ്രദ്ധ മാറ്റിവിടാനും എല്ലാം കൊണ്ടും എന്നെ ദശ തിരിക്കാനും വേണ്ടിയാണ് അവൻ അങ്ങനെ ചെയ്തത്. പാമ്പെങ്ങാനും കൊത്തി അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഞാൻ ഈ കേസിന്റെ പിന്നാലെ ആയിരിക്കില്ലല്ലോ നടക്കുന്നത്. അതിന്റെ പിന്നാലെ ആയിരിക്കില്ലേ? അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ അവനെ പൂട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ ചേച്ചിയെ കുറിച്ച് ഓർത്തിട്ടാ ഇത്രയും നാളും ഞാൻ മിണ്ടാതെ നിന്നത്. പക്ഷെ ഇനി അവന് മാപ്പില്ല, ഇനി അവന് മാപ്പ് കൊടുക്കാനും ആകത്തില്ല എന്നൊക്കെ പറയുക. അത് ശരിയാ മോളെ, എന്തൊക്കെ സംഭവിച്ചാലും അവന്റെ ക്രൂരതകൾ കൂടി വരിക. ഇനി ഒരിക്കലും അവന്റെ ഈ ക്രൂരതയിൽ നിന്നും അവന് ഒരു മോചനവും ഇല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിടിച്ചകത്തിട്ട് അവന്റെ കൂമ്പിടിച്ച് തകർക്കണം, എന്നാലും നടക്കൂ. ചേച്ചി എത്ര തലകുത്തി മറിഞ്ഞാലും അവൻ ചെയ്ത ക്രൂരതകളൊന്നും അവന്റെ തലയിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. അനഘേ ചേച്ചിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഓരോന്നും ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുക. പാവം അനഘേച്ചി മിണ്ടാൻ പോലും പറ്റാതെ ശ്വാസം മുട്ടി പെടയുമായിരുന്നു. അവന്റെ കൈകൾക്കുള്ളിൽ ഒന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയെയും അവിയെയുമാണ്.
അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മോനെ, ദേ നീ ഒരു മരമണ്ടൻ, നീ ഒരു മണ്ടനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എൻ്റെ അമ്മ ഞാൻ എന്ത് ചെയ്തു എന്നാ? എടാ മണ്ട, ആ പാമ്പെങ്ങാനും ആ പാമ്പ് പിടുത്തക്കാരനോട് നിനക്ക് പ്രത്യേകം പറയണ്ടായിരുന്നോ പാമ്പിനെ സൂക്ഷിച്ചു വെക്കണോന്ന്? എൻ്റെ അമ്മ അയാൾ ഭദ്രമായിട്ടൊക്കെ തന്നെയാണ് വെച്ചത്. അത് കൂടയിൽ നിന്നും ചാടിപ്പോയത് ഞങ്ങളുടെ തെറ്റാണോ? നിങ്ങളുടെ തെറ്റല്ല. ശരി, നീ ഒരു മരമണ്ടനാ. ആ പാമ്പിനെ ആ നയനയുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഇട്ടാൽ മതിയായിരുന്നല്ലോ. ബെഡ്റൂമിൽ നിന്നും പാമ്പ് ഇറങ്ങി വരില്ല എന്ന് ആര് കണ്ടു? അതും ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ശരി, പാമ്പ് എന്നെ കൊത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത് ശരിയാ, അമ്മയുടെ കാലിന്റെ ഇടയിലേക്ക് തന്നെ പാമ്പ് എങ്ങനെ വന്നു പെട്ടു എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. നീ ഒരു മരമണ്ടൻ, നീ ഒറ്റൊരുത്തം കാരണമാ എന്നെ പാമ്പ് കടിച്ചത്. ദേ നിന്റെ ഇതുപോലത്തെ ബുദ്ധിയൊക്കെ ഇനി ചാണാത്തി കൊണ്ടുപോയി വെച്ചോണം. എന്താ അമ്മ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയല്ല അങ്ങനെ ചെയ്തത്. നമ്മുടെ സന്തോഷം അവസാനം ഇപ്പൊ കുറച്ച് വൈകിയിരുന്നെങ്കിലേ എന്റെ ചിത കത്തിക്കായിരുന്നു. അത് കേട്ടതും നമ്മുടെ അഭി, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേ അമ്മേ, ഞാനൊരു കാര്യം തീരുമാനിച്ചത് എന്തിനാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. അങ്ങനെയുള്ളപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ ഇതാക്കരുത് കേട്ടോ. ഞാൻ ഓരോന്ന് ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാ. അതിനിടയിൽ അമ്മ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയാ അതൊക്കെ ചെയ്യാനുള്ള മൂഡ് പോവും. എടാ, അതിനിടയിൽ ആ നന്ദു നവ്യൊക്കെ നിന്നോട് നയനയൊക്കെ നിന്നോട് പറയുന്നുണ്ടായിരുന്നല്ലോ, നീ അനഘയുടെ വീട്ടിൽ പോയെന്ന്. നീ എന്തിനാ അവളുടെ വീട്ടിൽ പോയത്? അതല്ലേ പറഞ്ഞത്, അവൾക്ക് മാറ്റം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി പോയതാ അമ്മേ. മാറ്റം ഉണ്ടോന്നറിയാനോ? എന്തിന്? അവൾക്ക് മാറ്റം ഉണ്ടായ അവൾ അനന്തപുരിയിലേക്ക് വരില്ലേ? അത് നമുക്കൊരു തലവേദനയല്ലേ? അതുകൊണ്ട്. അത് കേട്ടതും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ മരമണ്ടനാന്ന്. എടാ, അവൾ അനന്തപുരിയിലേക്ക് വന്ന അതിൻ്റെ സന്തോഷം നമുക്കാടാ. കാരണം അങ്ങനെ അവൾ അനന്തപുരിയിലേക്ക് വന്ന അവളുടെയും നയനയുടെയും ഇടയിൽ കിടന്ന് പൊറുതിമുട്ടു ആദർശ്. അത് കാണാൻ നല്ല രസമായിരിക്കില്ലേ? എന്നിട്ട് മണ്ടനായി നീ പോയി അവളെ എന്തിനാടാ ഉപദ്രവിച്ചത്? അമ്മ, അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇനി നമ്മൾക്കിടയിലേക്ക് അവളും കൂടെ കയറി വന്നാൽ പിന്നെ തീർന്നു എന്ന്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ എന്നോട് ആലോചിച്ചോളാം. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി നീ വന്നൊന്നും പറയണ്ട, മനസ്സിലായല്ലോ മാരക്കഴുത എന്നും പറഞ്ഞ് ജലജ ദേഷ്യപ്പെട്ട് അങ്ങ് തിരിഞ്ഞു കിടക്കുക. ഈ സമയം അഭി ജലജയടങ്ങനിട്ട് നോക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ്. പോലീസ് ജീപ്പും കാത്ത് നന്ദു റോട്ടിൽ നിൽക്കുക. അപ്പോഴത്തേക്കും ജീപ്പെത്തി. മാഡം, ഇതാ ലിസ്റ്റ്. അഭി വിളിച്ച കോൾ ലിസ്റ്റ് മുഴുവനും ഉണ്ടോ? ഉണ്ട് മാഡം. ഈ നമ്പറിലേക്കാണ് അവൻ ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത്. പൂജ നടക്കുന്നതിൻ്റെ തലേ ദിവസം മുഴുവനും അവൻ ഈ നമ്പറുകാരനെ വിളിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞും സംസാരിച്ചിട്ടുണ്ട്. അത് കേട്ടതും ഈ നമ്പറിലുള്ളവനെ തേടിപ്പിടിക്കാം വാ എന്നും പറഞ്ഞ് അവർ ജീപ്പ് എടുത്തോണ്ട് അതിൽ കയറി പാഞ്ഞങ്ങ് പോവുക. ഈ സമയം ത്യാഗരാജനെ കിട്ടി. ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന അയാൾ ഓവർടേക്ക് ചെയ്ത് നിർത്തി. നമ്മുടെ നന്ദു ജീപ്പിൽ നിന്നും ഇറങ്ങി. ത്യാഗരാജൻ അല്ലേ? അതെ മാഡം. എന്താ മാഡം? വാട ഇവിടെ എന്നും പറഞ്ഞുകൊണ്ട് ത്യാഗരാജന്റെ കഴുത്തെ പിടിച്ച് കുത്തി നമ്മുടെ നന്ദു പോലീസ് ജീപ്പിലേക്ക് ചായച്ചു നിർത്തി. അനന്തപുരിയിൽ എങ്ങനെയാടാ പാമ്പ് വന്നത്? എനിക്കറിയില്ല മാഡം. നിനക്കും അറിയില്ലല്ലേ? നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. അനന്തപുരിയിലെ അഭി എന്ന് പറയുന്നവൻ നിന്നോട് സംസാരിച്ച കോൾ ഡീറ്റെയിൽസ് മുഴുവനും ഞങ്ങളുടെ കയ്യിലുണ്ട്. അർദ്ധരാത്രി 1 മണി കഴിഞ്ഞിട്ടും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിയണം. അവൻ കസ്റ്റഡിയിലായതുകൊണ്ട് അവനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നീയും കൂടെ പറഞ്ഞാൽ മതി. നിന്നെ മാപ്പ് സാക്ഷിയാക്കണമെങ്കിൽ സത്യങ്ങൾ മുഴുവനും തുറന്നു പറഞ്ഞോ. അത് കേട്ടത് പറയാം മാഡം, ഞാൻ എല്ലാം പറയാം. അത് അഭിസാറ് ഒരു പാമ്പിനെ വേണമെന്ന് പറഞ്ഞു. ആ പാമ്പിനെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണമെന്നും പറഞ്ഞു. ഞാൻ അത്രേ ചെയ്തോളൂ മാഡം, വേറെ ഒന്നും ചെയ്തില്ല. പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ നടക്കുന്നു. എടാ, നിനക്കൊക്കെ നാണോ ഇല്ലടാ? പാമ്പിനെയൊക്കെ നീയൊക്കെ പിടിക്കുന്ന ഇതിനു വേണ്ടിയാണോ? മറ്റുള്ളവരെ കൊന്ന് ആ പാമ്പ് അവരുടെ ജീവൻ എടുക്കുമ്പോൾ അതൊക്കെ നിനക്ക് സന്തോഷമാണോ? മാഡം, ഞാൻ വേണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞതാ. പിന്നെ ഞാൻ കൊടുത്തില്ലെങ്കിൽ അയാളത് വേറെ ആരെങ്കിലും കൊണ്ടും ചെയ്യിക്കും. അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന കാശ് എന്തിനാ കളയുന്നെന്ന് കരുതിയിട്ടാ മാഡം. ഒരൊറ്റ അടി കാരണത്തിട്ട് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ആ ത്യാഗരാജന്റെ കാരണത്തിട്ട് ഒറ്റ അടി. അത് കൊണ്ടതും ത്യാഗരാജൻ അങ്ങനെ ഞെട്ടി ഇതാക്കി നിൽക്കുക. ദേ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും എനിക്കിപ്പോ ഒരു തെളിവായിട്ട് കിട്ടിയിരിക്കുക. അവനെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നാളെ അവനെ ഞാൻ പൂട്ടും. ഇതും ചേർത്തി അവനിനി ജാമ്യമില്ല വകുപ്പ് തന്നെ ഞാൻ തലയിൽ കെട്ടുകയും ചെയ്യും. എന്തായാലും അതിനു മുമ്പ് ഞാൻ തന്നെ ചോദ്യം ചെയ്തതും താൻ എന്നോടെല്ലാം പറഞ്ഞതും
അവനെ വിളിച്ച് പറയരുത്, മനസ്സിലായോ? ഇല്ല മാഡം, ഇല്ല മാഡം, ഞാൻ പറയില്ല മാഡം. അങ്ങനെ എങ്ങാനും പറഞ്ഞ പിന്നെ തന്നെ മാപ്പ് സാക്ഷിയാക്കില്ല. ഇവിടെ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോയി തന്നെ ഞാൻ അവിടെ ഇടിച്ച് കൂമ്പ് കലക്കും, മനസ്സിലായല്ലോ? അത്രയ്ക്ക് കലിയും കയറി നടക്കുക. അനന്തപുരിയിലെ അബിയെ സപ്പോർട്ട് ചെയ്യുന്ന ആരായാലും അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതൊക്കെ തന്നെയായിരിക്കും, മനസ്സിലായോടാ എന്നും പറയാ. ശരി മാഡം, സോറി മാഡം, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇനി എങ്ങാനും അങ്ങനെ ചെയ്താല് പിന്നെ നീ ഈ ലോകത്തുണ്ടാവില്ല, മനസ്സിലായോടാ? ഇതുപോലെ എത്ര പാമ്പുകളെ വിട്ട് നീ മറ്റുള്ളവരെ കടുപ്പിച്ചിട്ടുണ്ടമ്മ? മാഡം, ഇത് ആദ്യത്തെ സംഭവമാണ് മാഡം. ആരെങ്കിലും ചോദിക്കുമ്പോൾ അങ്ങനെ പറയൂ. ഇനി ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്തിയ എത്ര പേര് പാമ്പ് കടിയേറ്റ് മരിച്ചിട്ടുണ്ടാവുമെന്ന് ദൈവത്തിനറിയാം. അത് കേട്ടതും ഇല്ല മാഡം, ഞാൻ പറഞ്ഞത് സത്യ, ഇത് ആദ്യത്തെ സംഭവം. ആദ്യത്തെ സംഭവമാണെങ്കിൽ നിനക്ക് കൊള്ളാം. ഇതിൽ പല സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോനെ നീ പിന്നെ എൻ്റെ കൈയുടെ ചൂടറിയും, മനസ്സിലായല്ലോ? ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ബൈക്കിൽ കയറി അങ്ങ് പോവുക. ജീപ്പ് എടുത്ത് നന്ദുവും കൂട്ടരും പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. നയനയും ദേവയാനി സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, എന്നാലും നമ്മുടെ വീട്ടിൽ എങ്ങനെയാ അമ്മ പാമ്പ് കയറിയത്? അറിയില്ല മോളെ, ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ട് ഇത്രയും വർഷമായി. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവം ആണോ? എന്നിട്ടും ഇതെന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. അത് കേട്ടതും നമ്മുടെ നയന, അമ്മേ എനിക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. എന്താ മോളെ? പൂജ നടക്കുന്ന സമയത്ത് മുഴുവനും അബിയുടെ അമ്മ ഭയങ്കര ടെൻഷനിലായിരുന്നു. 2-3 പ്രാവശ്യം അവർ ഞെട്ടിച്ചാടുകയും ചെയ്തു. അതിനർത്ഥം വീട്ടിൽ പാമ്പുണ്ടായിരുന്ന കാര്യം അവർക്ക് നേരത്തെ അറിയാം. പൂജ നടക്കുന്ന സമയത്തും അവരുടെ 2 പേരുടെ കണ്ണുകളും എന്തൊക്കെയോ പരതുന്നുണ്ടായിരുന്നു. അതിനർത്ഥം പാമ്പ് വീട്ടിലുള്ള കാര്യം അവർക്ക് നേരത്തെ അറിയാം. എന്തായാലും ഒന്ന് നോക്കണം, നമ്മളൊന്ന് നോക്കിയേ പറ്റൂ. അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുക. അതേ മോളെ, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പൂക്കൂടെ എടുക്കാൻ പറഞ്ഞപ്പോൾ പോലും ജലജ പേടിച്ചാ നിന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, പാമ്പ് അവിടെ വന്നതിലും അബയ്ക്കും ജലജയ്ക്കും എന്തൊക്കെയോ ബന്ധമുണ്ടമ്മേ. എന്തായാലും വരട്ടെ 2 ചോദിക്കാം നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുക. ഈ സമയം 2 വരുക. അപ്പൊ അബിയാണെങ്കിൽ ജലജയെ താങ്ങി പിടിക്കുക. എന്നെ പിടിക്കണ്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാരമില്ലമ്മേ, ഞാൻ പിടിക്കാം എന്നും പറഞ്ഞ് അബി ജലജയെ താങ്ങി പിടിച്ചോണ്ട് വരിക. ഈ സമയത്ത് എന്നാലും ഒന്നും പറ്റിയില്ല ജലജയെ? ഇല്ല അടുത്തേ, ഒന്നും പറ്റിയില്ല. കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. പാമ്പ ആഞ്ഞു കൊത്തിയില്ല, പതുക്കെ ഒന്ന് മുട്ടിയിട്ടാ പോയത്. എന്തായാലും എനിക്കൊരു സംശയമുണ്ട് അമ്മായി. എന്താടാ? ഇത്രയും വലിയ വീട്ടില്, അതും നമ്മുടെ അനന്തപുരി തറവാട്ടില് പാമ്പ് എങ്ങനെ കയറി? ആ സംശയം ഞങ്ങൾക്കും ഉണ്ട്. ആ സംശയം ഞങ്ങൾക്കറിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. അതെന്തായിട്ട് അങ്ങനെ പറഞ്ഞത്? ഇവിടെ പൂജ നടക്കുന്ന സമയത്തെ നിന്റെ അമ്മ ഒരുപാട് നിന്ന് തുള്ളുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പൂജയിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ 2 പേരുടെയും കണ്ണുകൾ അവിടെ ഇവിടെ നിന്ന് പരതുന്നത് ഞങ്ങൾ കണ്ടു. അതിന്റെ അർത്ഥം എന്താ? എൻ്റെ ഏട്ടത്തി, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ട സ്വപ്നം. ഈ വീട്ടിൽ പാമ്പ് കയറിയെന്നും ആ പാമ്പ് എന്നെ കൊത്തിയെന്നും ഞാൻ സ്വപ്നം കണ്ടായിരുന്നു ഏട്ടത്തി. അതാണ് സംഭവിച്ചത്. നീ കൂടുതലൊന്നും പറയണ്ട ജലജെ. എന്തായാലും ഈ വീട്ടിലേക്ക് പാമ്പ് വന്ന വഴി എന്താണെന്ന് നന്ദു അന്വേഷിക്കുന്നുണ്ട്. അത് അവളെങ്ങാനും കണ്ടുപിടിച്ചാ പിന്നെ തീർന്നു. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നടക്കാൻ പോകുന്ന എന്താന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഞങ്ങളാണ് പാമ്പിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചെന്നാ. ഞങ്ങൾക്ക് പാമ്പിനെ പേടിയാ. അതുമല്ല, അങ്ങനെ പാമ്പിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് അതിന് കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അബി അങ്ങ് പോവാ. എടാ, ഇവർക്ക് നല്ല സംശയമുണ്ട്. ഇവർക്ക് മാത്രമല്ല, എല്ലാവർക്കും സംശയമുണ്ട്. ഇവളുടെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നന്ദു. അവൾ എന്നെ തന്നെ സെർച്ച് ചെയ്യുമായിരുന്നു. ഇനി അവൾ ഈ നാട്ടിലെ പാമ്പ് പിടുത്തക്കാരെ മുഴുവനും പൊക്കി കഴിഞ്ഞാൽ പിന്നെ തീർന്നു നമ്മുടെ കാര്യം. എടാ, CCTV സത്യമായിട്ടും കേടായിരുന്നല്ലോ അല്ലേ? അത് കേടാക്കിയിട്ട് അമ്മേ ഞാൻ അവനെ അകത്തേക്ക് കൊണ്ടുവന്നത്. ഇതിലൊരു CCTV എങ്ങാനും വർക്കുണ്ടെങ്കിൽ പിന്നെ തീർന്നു, അതോടുകൂടെ എല്ലാം. അത് കേട്ടത് നമ്മുടെ അബി ഞെട്ടലോടുകൂടെ തന്നെ അകത്തേക്ക് പോവുക. ഈ സമയം നമ്മുടെ നയനയും ദേവയാനിയും സംസാരിക്കണം. അമ്മേ, അവരുടെ നോട്ടത്തിലും സംസാരത്തിലും പരുങ്ങലിലും ഒക്കെ ഒരു പേടിയും കള്ളത്തരവും കാണുന്നുണ്ട്. ഇവിടുത്തെ CCTV പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാ പിന്നെ അത് ചെയ്യുമോളെ? അത് ചെയ്യണം അമ്മേ, ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പാമ്പിനെ കൊണ്ടെന്ന് ഇവരാണ് വെച്ചതെങ്കിൽ ഇവർക്ക് പാമ്പിനെ പേടിയാണ്. അങ്ങനെയുള്ളപ്പോൾ പാമ്പിനെ വേറെ ആരെങ്കിലും ആയിരിക്കും ഇവരുടെ നിർദ്ദേശം കേട്ട് വീട്ടിനുള്ളിൽ വെച്ചിരിക്കുന്നത്. അതാരാണെന്ന് നന്ദു കണ്ടുപിടിച്ചോളും. എന്തായാലും പാമ്പിനെ കൊണ്ടുവന്ന് വെച്ചത് മാത്രമല്ല,
അതിന് മുമ്പ് ചെയ്ത ഓരോ കുറ്റങ്ങളും അബിയുടെ തലയിലുള്ളതുകൊണ്ട് ദേ നന്ദു അബിയെ അറസ്റ്റ് ചെയ്യാൻ തന്നെ ഒരുമ്പിട്ട് നിൽക്കുക. നാളെ അവൾ എന്തായാലും ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് പാമ്പിനെ കൊണ്ടിട്ടത് ഇവനാണോ എന്നും കൂടെ എനിക്കൊന്ന് തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനും കൂടെ ഉള്ളത് ചേർത്ത് വേണം കൊടുക്കാൻ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ ആയിരിക്കില്ല അമ്മ ടാർഗറ്റ് ചെയ്ത്. അതല്ല, അങ്ങനെ അവനെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കണമെങ്കിൽ അവരുടെ ബെഡ്റൂമിലല്ലേ വെക്കേണ്ടത്. പറയാൻ പറ്റില്ല മോളെ. ബെഡ്റൂമിലാണ് വെച്ചതെങ്കിലോ, ബെഡ്റൂമിൽ നിന്നും പാമ്പ് എഴഞ്ഞു വന്നതാണെങ്കിലോ. അത് കേട്ടതും അതും ശരിയാണ്. എന്തായാലും ഞാൻ CCTV നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുകയാണ്. നയനെ അങ്ങ് പോയി കഴിഞ്ഞതും നമ്മുടെ ദേവയാനി ആലോചിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.